ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ എൻ്റെ പരിപാടി ഇത് കണ്ടപ്പോൾ എന്നൊക്കെ മനസ്സിലാവും ഞാൻ എന്താ കുക്ക് ചെയ്യാൻ പോവാം. കാരണം വീട്ടിൽ ഒരു തരി ആഹാരമില്ല കഴിക്കാൻ. സോ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. കുക്ക് ചെയ്യാനൊന്നും വയ്യ ഗൈസ്, പക്ഷേ എന്തായാലും ചെയ്യണം. രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം. രാവിലെ ഫുഡ് കഴിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷൻ. എൻ്റെ രാവിലെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 10 മണിയായി. അപ്പോഴാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വല്ലതും ഉണ്ടാക്കി കഴിക്കാം. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ട്യൂണ കറിയാണ്. ട്യൂണ അതവിടെ ഇത് ക്യാനിലൊക്കെ കിട്ടും. എനിക്ക് ഈ മീൻ ട്യൂണ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഈസിയാണ്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടും. നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കുക്കർ. പിന്നെ ഇതിലൂടെ ഞാൻ കഴിക്കാൻ പോകുന്ന റാപ്പാണ്. അത് ആൾറെഡി ഇവിടെ ഉണ്ടാകുന്നു. ജസ്റ്റ് ഒന്ന് ചൂട് ചെയ്ത് കഴിച്ചാൽ മതി. എൻ്റെ ഷർട്ട് എങ്ങനെ ഉണ്ട്? കൊള്ളാവും. അവിടെ കണ്ടപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ, പുതിയൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഫസ്റ്റ് സവാള അരിയാം. വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വല്ലതും കുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? വീട്ടുകാരെല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു രാവിലെ തൊട്ട് രാത്രി വരെ. പുറത്തൊക്കെ പോയി ജീവിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം, പിന്നെ എല്ലാം ക്ലീനാക്കി വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി, പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ലൈഫിൽ. എന്നാലും നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആവേണ്ട ആൾക്കാരാണ് ഗൈസ്. സോ അതുകൊണ്ട് നമ്മളിതൊക്കെ പഠിച്ച് വെക്കണം. എനിക്ക് ഈ സവാളയുടെ മെയിൻ പ്രശ്നം, എനിക്ക് ചില സവാള പറ്റത്തില്ല ഗൈസ്. കാരണം ചില സവാള എനിക്ക് പെട്ടെന്ന് കണ്ണിന് വെള്ളം വരും. അതെനിക്കിഷ്ടമല്ല. സോ എനിക്ക് ചില സവാള ഇഷ്ടമല്ല. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലപ്പോഴൊക്കെ ഈ വെള്ളയും ഈ ചോപ്പൊക്കെ ആണെങ്കിൽ തന്നെയും എനിക്ക് കണ്ണിന് വെള്ളം വരാറുണ്ട്. ഇത് ഡിപ്പെൻസ് ചെയ്തൊക്കെ ഇരിക്കും, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലതൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില നേരത്തെ എനിക്ക് ഇതേപോലെ കണ്ണിന് വെള്ളം വരും. എന്തിട്ടാണെന്ന് അറിയത്തില്ല. വെള്ളം വന്നാൽ കൂട്ടുകൂടാന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഫ്രണ്ടിലുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. അത് രീതിക്ക് വരും. എൻ്റെ വയറ്റിൽ നിന്ന് വിളിയൊക്കെ വന്ന് തുടങ്ങി. വിശന്നിട്ട് വയ്യ. പിന്നെ സവാളേനെ വാഷ് ചെയ്യാൻ കാശ്. ഞാൻ സവാള വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. സവാള രാവിലെ എക്സ്പേർട്ടൊന്നും അല്ല, പക്ഷേ എനിക്ക് മറ്റേ സെറ്റപ്പ് പഠിക്കണമെന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യില്ലേ. പക്ഷെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. കയ്യെങ്ങാനും പറഞ്ഞാലോ. അതുകൊണ്ട് ഞാനൊന്നും ട്രൈ ചെയ്യാറേ ഇല്ല. പക്ഷേ പഠിക്കണമെന്നുണ്ട്. ഞാൻ ഈ കുക്കിങ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ കുക്കർ എന്ന് പറഞ്ഞ സാധനം കണ്ണെടുത്താൽ കണ്ടിട്ടായിരുന്നു. കാരണം വെച്ചാൽ അത് പൊട്ടുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ട് പൊട്ടിയൊക്കെ തുറക്കുന്ന പരിപാടി. അപ്പോൾ ഇതൊക്കെ ഒരു മനസ്സിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുക്കർ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ വീട്ടിലൊക്കെ എപ്പോഴും കുക്കറിലാണ് ഉണ്ടാക്കണമെന്ന് വീട്ടിൽ ഉമ്മ പറഞ്ഞ് ഞാൻ നൈസിന് പിന്നെ ഒരു കുക്കർ അങ്ങ് മേടിച്ചു. കുക്കർ മേടിച്ച് കഴിഞ്ഞപ്പോഴോ ഇതിനപ്പുറം എളുപ്പമുള്ള ഒരു മുത്ത് വേറെ ഇല്ല ഈ ലോകത്ത്. ഭയങ്കര ഈസി ചെയ്തിട്ടുണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എൻ്റെ മിക്ക ഫുഡും ഇതിൽ തന്നെ ഉണ്ടാക്കും. എന്നാ ഈസി ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. സോ ഗ്യാസ് അങ്ങ് ഓണാക്കട്ടെ. പിന്നെ ഗ്യാസ് ഓണായി. ഇതൊന്ന് ചൂടാവണം. പുതിയ ഓയിൽ ഉണ്ടാറുണ്ട്. പുതിയതല്ല കേട്ടോ, പൊട്ടിച്ചതാണ്. അയച്ച പുതിയതായിരിക്കും. ചൂടായിട്ടില്ല. ചൂടാവണം. ഒരു വെയിറ്റ് ചെയ്യാം. പൊതുവേ എനിക്ക് ഈ സൺഫ്ലവർ ഓയിലിനെക്കാട്ടി ഒലീവ് ഓയിലാണ് ഹെൽത്തി. പിന്നെ ഇവിടെ ഒലീവ് ഓയിലൊക്കെ കൊടുക്കത്ത വിലയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഈ സൺഫ്ലവർ ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ വെച്ച് ഫുഡ് കഴിക്കാം. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി ഗൈസ്. സോ അതുകൊണ്ട് വീണ്ടും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ് അങ്ങ് വരുന്നില്ല. സോ എന്തായാലും ഒന്ന് വീണ്ടും വർക്കൗട്ടൊക്കെ തുടങ്ങണമായിരിക്കും. കുറേ നാളായി. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കായി. ഈ എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടട്ടെ. നമുക്കിനി സവാള ഇടാം. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വേറെ മറന്നുപോയി, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടില്ല കേട്ടോ. അതിനെ വീണ്ടും കട്ട് ചെയ്യണം. ആ സമയം കൊണ്ട് ഈ ഉള്ളിയൊന്ന് വാടട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ട് ഗായ്സ്, ഉണ്ട്. ഇഞ്ചി കിട്ടി, വെളുത്തുള്ളിയില്ല. കട്ട് ചെയ്യാം. ഈ കൂടുതലാണ് ആണ്. ഇതൊക്കെ അതിലിടാം. ഇളക്കി കൊടുക്കട്ടെ. അളവൊന്നുമില്ല ഗൈസ്, ചുമ്മാ ഇടുക. അവസാനം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫുഡിന് ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് കഴിക്കുക. പച്ചമുളക്, കുറച്ച് തക്കാളി റെഡി. ഇനി കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. ഇനി എടുത്ത് നമുക്ക് മസാല ആഡ് ചെയ്യണം. ചടങ്ങിലോട്ട് പോവാം. ഞാൻ എന്താ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാണ്ടർ 2 ടീസ്പൂൺ ഇട്ടു.
ഗരം മസാല കുറച്ച് മതി കേട്ടോ, നല്ല കുത്തുള്ള. അത് വീട്ടിൽ നിന്ന് ചെയ്യിപ്പിച്ച കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് സ്ട്രോങ് ആണ്. ഒന്ന് സെറ്റ് ആവട്ടെ. മെയിൻ സാധനം ഇടാൻ മറന്നുപോയി, ഉപ്പിട്ടില്ല. ഇനി ഉപ്പിടാം, മതി. ഉപ്പ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാമല്ലോ, ഒരുപാട് ആയിക്കഴിഞ്ഞാലും പണിയാണേ. കടുക് പറ. അപ്പോൾ ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് സെറ്റാവാൻ വയ്ക്കാം. എന്തായാലും നമുക്കിനി ആ ക്യാനൊക്കെ ഓപ്പൺ ചെയ്യണമല്ലോ. ചൂടുവെള്ളം ഒഴിച്ച് അപ്പോൾ ഒന്ന് സെറ്റാവട്ടെ. ഇനി നമുക്ക് ഈ ക്യാൻ അങ്ങ് ഓപ്പൺ ചെയ്യാം. സംഭവം സിമ്പിളാണ്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഞാൻ ഇത് പൊതുവേ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കും. ഇളവില്ലേ, ഒന്നുകൂടെ ആകട്ടെ. സെറ്റ്. എല്ലാവരും കളയോ അറിയത്തില്ല, ഞാൻ പൊതുവെ അതിൽ തന്നെ ഒഴിച്ച് കളയും. സംഭവം ഇത് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനിത് നേരെ കറിയിലോട്ട് ഇടാൻ പോവാം. ഇത് ആൾറെഡി കുക്ക്ഡാണ്, എന്നാലും ഞാൻ ഒന്ന് കുക്ക് ചെയ്യാറുണ്ട്. ഇത് കുക്ക്ഡ് എന്നാണ് പറയുന്നത്. ഇവിടെ ആൾക്കാർ ഇതൊക്കെ അല്ലാതെ തന്നെ കഴിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. സലാഡൊക്കെ ആയിട്ട് ഇതിൽ സലാഡൊക്കെ ഇട്ടിട്ട് കഴിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അടയ്ക്കുന്നു, ടൈറ്റാക്കുന്നു. ഇനി തീ അങ്ങോട്ട് കൂട്ടി അങ്ങ് വെച്ചാൽ മതി. ഒരു 2 വിസിൽ. 2 വിസിൽ. ഫസ്റ്റ് വിസിൽ, സെക്കൻഡ് വിസിൽ. ഇപ്പം ഇനി ഓഫ് ചെയ്യാം. ഇനി ഒന്ന് കൂളാകാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വല്ല നാട്ടുവർത്താനം പറഞ്ഞിരിക്കുക ഗൈസ്. എനിക്ക് കഴിഞ്ഞൊരു 3 ദിവസം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ടോട്ടൽ ഞാനൊരു 36 മണിക്കൂർ പണിയെടുത്തു. എന്നിട്ട് ഇന്നൊരു ദിവസം ഓഫ് ഉണ്ട്. ഇനി എനിക്ക് നാളെ വന്നു ഷിഫ്റ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 ദിവസം ഷിഫ്റ്റുള്ള ദിവസം നമുക്കെന്തൊക്കെ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് വളരെ സമയം കളയുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ വന്ന് കിടന്നു ഉറങ്ങും. അതാണ് എൻ്റെ പരിപാടി. കാരണം വെച്ചാൽ വീട്ടിൽ വന്ന് കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയൊരു തലവേദനപ്പുറം ഇല്ല. നമുക്ക് റെസ്റ്റ് മുഖ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ വരും. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ആ ബെഡിൽ കയറി കിടക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും അതാണ് എൻ്റെ പരിപാടി. ആ ബെഡിലങ്ങ് കാലും നീട്ടി അങ്ങ് ഇരിക്കുക, എന്തെങ്കിലും സിനിമ എല്ലാം കാണുക, കയറി കിടന്ന് ഉറങ്ങുക. അതാണ് പരിപാടി ഗൈസ്. അപ്പോൾ ഇത് കൂൾ ഡൗൺ ആയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂൾ ഡൗൺ ആയി. നമുക്കിനി അതൊന്ന് തുറന്നു നോക്കാം. ഇനി ഇത് തുറന്നു നോക്കട്ടെ. പോയി കാണുന്നതാണ് എൻ്റെ വിശ്വാസം. യെസ്, അങ്ങനെ സംഭവം റെഡിയായിട്ടുണ്ട്. എന്താ അവസ്ഥ നോക്കട്ടെ. കുഴപ്പമില്ല, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിടാം. അപ്പം പരിപാടിയും കൊടുക്കും. ഉപ്പിട്ടു, ഒന്നിളക്കി കൊടുക്കാം. ഒരു 75% ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ മതി, ധാരാളം. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പോൾ എൻ്റെ ഇന്ന് രാവിലത്തെ ഫുഡ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രാപ്പുണ്ട്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ട്യൂണക്കറി ഉണ്ട്, പിന്നെ ട്യൂണ ഫ്രൈയും ഉണ്ട്. അത് ഇന്നലത്തെയാണ്. ഞാൻ ഇന്നലെ സേവ് ചെയ്ത് വെച്ചതാണ് ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഗ്രീൻ ടീ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ ടീ. സോ ഇതൊക്കെയാണ് എൻ്റെ ഇന്ന് രാവിലത്തെ ഫുഡ് ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ. സോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിതാ വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ പോയി ഫുഡ് കഴിക്കാൻ ഗൈസ്. സോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോ എല്ലാവരും ടേക്ക് കെയർ ഗൈസ്. ബൈ.